നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. PM അസീസിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ നേതൃത്വം. പ്രസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്തിയ രാഷ്ട്രീയ വഞ്ചകനാണ് PM അസീസ് എന്നും മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. വളർത്തിയ പ്രസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്തിയ രാഷ്ട്രീയ വഞ്ചകനാണ് PM അസീസ് എന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. PM അസീസ് പ്രസിഡന്റായ മുളവൂർ അർബൻ ബാങ്കിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി ക്ലീൻ ചിറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും PM അസീസിന് ഉറപ്പു നൽകിയിരുന്നു. PM അസീസ് പ്രസിഡന്റായ മുളവൂർ അർബൻ ബാങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസിഡന്റായ മുളവൂർ വനിതാ സഹകരണ ബാങ്കിലും വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇപ്പോൾ CPM ഒരുക്കിയ കെണിയിൽ അസീസ് അകപ്പെട്ടതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ ആരോപിച്ചു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഒരു തവണ പ്രസിഡന്റ് ആകണം, ഒരു ടൈം പ്രസിഡന്റ് ആകണം എന്നുള്ള കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ പ്രസിഡന്റായിട്ടുള്ള മുളവൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ സെക്രട്ടറി ആയിട്ടുള്ള മുളവൂർ വനിതാ കോഓപ്പറേറ്റീവ് സംഘത്തിലും വ്യാപകമായ ക്രമക്കേട് നടന്നതായി DYFIയും CPMഉം പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സഹകരണ വിജിലൻസും ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷണം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണം പൂർത്തീകരിച്ച് ക്ലീൻ ചിറ്റ് കിട്ടുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് ഒരു ടൈം പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹത്തെ ഒരു ടൈം പ്രസിഡന്റ് ആക്കാമെന്നും ഇപ്പോൾ അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുക്കാമെന്നും കോൺഗ്രസ് ഇന്നലെ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നടത്തിയിട്ടുള്ള വ്യാപകമായ ക്രമക്കേട്, വനിതാ സഹകരണ സംഘത്തിൽ നടത്തിയിട്ടുള്ള വ്യാപകമായ ക്രമക്കേട്, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം CPMഉമായി രാഷ്ട്രീയ ഒത്തുചേരൽ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും തുടർന്ന് അവസാനത്തെ 6 മാസം പ്രസിഡന്റ് സ്ഥാനവും നൽകാമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ അവസാനവട്ട ചർച്ചയിൽ ധാരണയായിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ ഉറപ്പ് ലംഘിച്ച് PM അസീസ് LDF നേതൃത്വവുമായി ചേരുകയായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യനാക്കാനുള്ള നടപടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുമെന്നും അസീസിന്റെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച്, കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ചുള്ള അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് ഇനി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. MA ഹോളിഡേയ്സ് യാസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ.